2027 ഏകദിന ലോകകപ്പിൽ രോഹിത് ശർമ്മ കളിക്കുമോ അതോ ടീമിൽ നിന്ന് പുറത്താകുമോ? പകരം 3 താരങ്ങളുടെയോളം പേര് പറയുന്നേക്കുന്നുണ്ട്. അതിൽ ഒന്ന് പ്രധാനമായിട്ട് പറഞ്ഞ ജയ്സ്വാളിന്റെ പേരാണ്. പക്ഷെ നമ്മളിപ്പോൾ പറയുന്ന ചർച്ചയാവുന്ന കാര്യം എന്ന് വെച്ചാൽ 2027 ലോകകപ്പ് ടീമിന്റെ സ്ക്വാഡിൽ രോഹിത് ശർമ്മയ്ക്ക് രോഹിത് ശർമ്മ ഉണ്ടാകുമോ എന്നുള്ള കാര്യമാണ്. രോഹിത് ശർമ്മയ്ക്ക് വരാൻ ജയ്സ്വാൾ ഉൾപ്പെടെയുള്ള താരങ്ങളുടെ പേരാണ് ഇപ്പോൾ ഉയർന്നു നിൽക്കുന്നത്. ഇപ്പൊ നിലവിൽ ഇപ്പോൾ അഫ്ഗാനിസ്ഥാനെതിരെയുള്ള ഏകദിന പരമ്പര ഇന്ത്യ സ്വന്തമാക്കിയെങ്കിലും ഏറെക്കുറെ ഒരു ദുർബലമായ ടീമായിരുന്നു അഫ്ഗാൻ. പക്ഷെ എന്നിട്ടും അവിടെ രോഹിത് ശർമ്മയ്ക്ക് വലിയൊരു ഇന്നിങ്സ് കളിക്കാൻ സാധിച്ചില്ല എന്നുള്ള ഒരു ആരോപണം അല്ലെങ്കിൽ ഒരു പഴി കേൾക്കുന്ന സമയം കൂടിയാണ്. അപ്പോഴാണ് രോഹിത് ശർമ്മയുടെ ഒരു സാന്നിധ്യം ലോകകപ്പിൽ ഉണ്ടാകുമോ എന്നുള്ളൊരു ചോദ്യം ഉയരുന്നത്. ഇത് എത്രത്തോളം ഒരു കാര്യമുണ്ടാവും? തീർച്ചയായും വരുന്ന ഇനിയിപ്പം അടുത്ത ലോകകപ്പ് വരെ ചർച്ചയാകുന്ന ഒരു വിഷയം രോഹിത് ശർമ്മയുടെ ഒരു ഫിറ്റ്നസ്, അല്ലെങ്കിൽ അദ്ദേഹം കളി തുടരുന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് ടീമിൽ ഉൾപ്പെടുത്താതിരിക്കാൻ പറ്റുമോ, അല്ലെങ്കിൽ അതിനു മുന്നേ അദ്ദേഹം വിരമിക്കൽ പ്രഖ്യാപിക്കുമോ എന്നാണ് അറിയേണ്ടത്. നിലവിലെ അവസ്ഥയിൽ എനിക്ക് തോന്നുന്നില്ല ടീമിൻ്റെ മാനേജ്മെൻറ്റിൻ്റെ ഒരു സ്ക്വാഡിൽ അവരുടെ മനസ്സിൽ രോഹിത് ശർമ്മയ്ക്കിടെ ഉണ്ടാവുമെന്ന് കരുതുന്നില്ല. കാരണം ഇപ്പോൾ പറഞ്ഞ തന്നെ ജയ്സ്വാളിനെപ്പോലുള്ള താരങ്ങൾ വിളി കാത്തിരിക്കുവാൻ തുടങ്ങിയിട്ട് നാളുകൾ ഏറെയായി. അവർ അർഹിക്കുന്നുണ്ട് സ്ഥാനം. രോഹിത് ശർമ്മ എന്ന നായകനെ അങ്ങനെ മുൻ നായകനെ എടുത്തു കളയാനും വേണ്ടി പറ്റില്ല. കാരണം അദ്ദേഹത്തിൻ്റെ കരിയർ നമുക്കറിയാം എത്രത്തോളം മികച്ചതായിരുന്നു നമുക്കറിയാം. പക്ഷേ നിലവിലെ അവസ്ഥയിൽ ഒരു വലിയ ഇന്നിങ്സ് ഇപ്പോൾ പറഞ്ഞാൽ തന്നെ അഫ്ഗാനെതിരെ ഇന്നലെ ഏറ്റവും ഒടുവിൽ നടന്ന മത്സരത്തിൽ അർദ്ധ സെഞ്ചുറി നേടിയിട്ടുണ്ടെങ്കിൽ തന്നെ അതൊരു മികച്ച ഒരു പ്രകടനമായിട്ട് ഈ പരമ്പരയിൽ നമുക്ക് കാണാൻ വേണ്ടി പറ്റില്ല. ആദ്യത്തെ മത്സരത്തിൽ വലിയ സ്കോറിലേക്ക് എത്താൻ പറ്റിയില്ല. രണ്ടാം മത്സരത്തിൽ അർദ്ധ സെഞ്ചുറിയോട് അടുത്തെത്തി, പക്ഷെ അർദ്ധ സെഞ്ചുറി നേടാൻ പറ്റിയില്ല. പക്ഷേ ഇന്നലെ ഉൾപ്പെടെയുള്ള മത്സരങ്ങളിൽ ലൈഫ് ആദ്യ മത്സരത്തിൽ 16 റൺസും രണ്ടാമത്തെ മത്സരത്തിൽ 48 റൺസും. അതെ, അപ്പം 48 റൺസ് നമുക്ക് ഒരു താരതമ്യം നല്ല റൺസാണെന്ന് പറയാൻ വേണ്ടി പറ്റും. താരതമ്യം നല്ല റൺസാണെന്ന് പറയാം. എങ്കിൽ കൂടി അഫ്ഗാനെതിരെ ടീമിൽ നിന്ന് രോഹിത് ശർമ്മയിൽ ഇതല്ല നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അദ്ദേഹം തിരിച്ചു വരണം. പ്രത്യേകിച്ച് IPL-ലും അദ്ദേഹത്തിന് വലിയൊരു ഒരു ഇമ്പാക്ട് ഉണ്ടാക്കാൻ വേണ്ടി പറ്റിയിരുന്നില്ല. അപ്പം രോഹിത്തിന്റെ കയ്യിലെ മരുന്ന് തീർന്നോ എന്നൊരു സംശയമാണ് വരുന്നത്. 39 വയസ്സ് ആയിട്ടുണ്ട്. ലോകകപ്പ് കളിക്കുമ്പോൾ 40-കാരനായ രോഹിത്താണ് ലോകകപ്പ് കളിക്കാൻ വരേണ്ടത്. അപ്പം രോഹിത്തിന്റെ സ്ഥാനം ടീമിലുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ ഒരു അനുഭവ സമ്പത്തുള്ള താരം, നേതൃപാടവത്തിന്റെ ഒരു ഗുണം, ഇതൊക്കെ കിട്ടാൻ വേണ്ടി പോകുന്നുണ്ട് ടീമിന്. ആ സ്ക്വാഡിന് സ്ട്രെങ്തിന് ബലം ലഭിക്കുന്നു പറയാം. പക്ഷേ എങ്കിൽ കൂടി ഒരു സ്പോട്ട് അവിടെ നമുക്ക് നഷ്ടപ്പെടുകയാണ്. ജയ്സ്വാളിനെ പോലെ ഒരു യുവതാരം, ഇന്നലെ ഇപ്പോൾ ജയ്സ്വാൾ നമുക്ക് സെഞ്ചുറി അടിച്ച് നമുക്കറിയാം. ജയ്സ്വാൾ എങ്ങനെയാണ് മറ്റ് ഫോർമാറ്റുകളിൽ കളിക്കുന്നത് നമുക്കറിയാം. അപ്പോൾ അദ്ദേഹം വിളി കാത്തിരിക്കാൻ തുടങ്ങിയിട്ട് നാളുകൾ കുറച്ചേറെ ആയിട്ടുണ്ട്. അദ്ദേഹം വന്നാൽ ആ ടീമിന്റെ സ്ട്രെങ്ത് കൂടും. രോഹിത്തിന്റെ അനുഭവ സമ്പത്തിന് വേണ്ടി മാത്രം ഒരു സ്പോട്ട് ഒഴിവാക്കി കിട്ടണോ എന്ന് ചോദിച്ചാൽ അത് വേണ്ട എന്നേ പറയൂ. അല്ലെങ്കിൽ രോഹിത് ഒരു മികച്ചൊരു ഇന്നിങ്സ് ഇപ്പം കാണിക്കണമായിരുന്നു, മികച്ച ടച്ച് ഉണ്ടെന്ന് കാണിക്കണമായിരുന്നു. ഇന്നലെ അർദ്ധ സെഞ്ചുറി നേടിയെന്ന് പറയുമ്പോൾ തന്നെ 2 അവസരങ്ങൾ അദ്ദേഹം അഫ്ഗാൻ താരങ്ങൾ നഷ്ടപ്പെടുത്തിയാണ്. ഇല്ലെങ്കിൽ അദ്ദേഹം ഇന്നലെയും പെട്ടെന്ന് തന്നെ പുറത്തായിരുന്നു. അവസരങ്ങൾ ഉണ്ടായേക്കാം, നഷ്ടപ്പെടുത്തേക്കാം, അതൊക്കെ മത്സരത്തിന്റെ ഭാഗമാണെന്ന് പറയുക കൂടി രോഹിത്തിൽ നിന്ന് ഇതല്ല പ്രതീക്ഷിക്കുന്നത്. ഈ ഒരു പ്രകടനം കൊണ്ട് രോഹിത്തിന് ലോകകപ്പ് സ്ക്വാഡിൽ ഇടം പിടിക്കാൻ വരുന്നത് കരുതുന്നില്ല. ഈ രോഹിത് ശർമ്മയുടെ ബാല്യകാല പരിശീലനമായിട്ടുള്ള ദിനേഷ് ലാഡ് കുറച്ചു നാൾ മുമ്പ് പറയുന്നുണ്ടായിരുന്നു. അദ്ദേഹം ഈ 2027 ഏകദിന ലോകകപ്പ് കളിക്കാൻ താല്പര്യം അറിയിച്ചിട്ടുണ്ടെന്നാണ് അദ്ദേഹം പറയുന്നത്. കാരണം രോഹിത് ശർമ്മയ്ക്ക് അദ്ദേഹത്തിന്റെ ഒരു ആഗ്രഹം എന്ന് പറഞ്ഞാൽ 2027 ലോകകപ്പ് കളിച്ച് അദ്ദേഹത്തിന് ക്രിക്കറ്റ് കരിയർ അവസാനിപ്പിക്കുക എന്നുള്ളതാണ് ഇന്ത്യൻ ടീമിലുള്ളത്. പക്ഷെ ഇപ്പോഴും അദ്ദേഹം ഫിറ്റ്നസ് എടുത്തോ ഒരു സംശയമുണ്ട്. കാരണം IPL നമ്മൾ കണ്ടു ഫിറ്റ്നസിന്റെ പ്രശ്നത്തിൽ പലപ്പോഴും അദ്ദേഹം കളിക്കാതിരുന്നിട്ടുണ്ട്. ഇപ്പൊ ലിജിനിപ്പം പറഞ്ഞ പോലെ ഇപ്പം 39 വയസ്സായെന്ന് പറഞ്ഞു. ലോകകപ്പിലേക്ക് എത്തുമ്പോഴത്തേക്ക് 40 വയസ്സാവും. ഈ ഒരു സാഹചര്യത്തിലൂടെ രോഹിത് ശർമ്മ ഇപ്പം കടന്നു പോകുന്നത്. ഇപ്പൊ അഫ്ഗാനിസ്ഥാനെതിരായുള്ള മത്സരത്തിൽ അദ്ദേഹത്തിന് കാര്യമായിട്ടുള്ള പ്രകടനം പുറത്തെടുക്കാൻ സാധിച്ചില്ല. ഒരു സെഞ്ചുറി പോലും അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായില്ല. അതേസമയം നമ്മൾ IPL-ലോട്ട് നോക്കുമ്പോൾ അവിടെ മറുഭാഗത്ത് കോഹ്ലി സെഞ്ചുറി ഉൾപ്പെടെ നേടി ടീമിനെ IPL കിരീടത്തിലേക്ക് എത്തിച്ചിട്ടുണ്ട്. ഈ ഒരു കാര്യത്തിലോട്ട് നമ്മളൊക്കെ പറയുമ്പോൾ രോഹിത് ശർമ്മയ്ക്ക് നിർണായകം എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ ഫിറ്റ്നസ് മാത്രമാണ്. അദ്ദേഹം അതുപോലെ തന്നെ പ്രകടനം മെച്ചപ്പെടുത്തുകയും ചെയ്യണം. ഈ 40 വയസ്സുകളിലേക്ക് അദ്ദേഹം എത്തുമ്പോഴാണ് അദ്ദേഹം ലോകകപ്പ് കളിക്കാൻ ഇറങ്ങുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇനിയുള്ള ഒരു ഏതാനും മാസങ്ങൾ രോഹിത് ശർമ്മയ്ക്ക് ഏറ്റവും നിർണായകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മികച്ച ഇന്നിങ്സ് പുറത്തെടുക്കുക, അതിനൊപ്പം ഫിറ്റ്നസ് കാത്തു സൂക്ഷിക്കുക എന്നുള്ളതാണ്. അല്ലെങ്കിൽ സ്വാഭാവികമായിട്ട് ഇപ്പോൾ ലിജിൻ ആദ്യം പറഞ്ഞ പോലെ ജയ്സ്വാളിനുള്ള സാധ്യത കൂടുതലാണ്. അല്ലെ, ഈ പ്രായവും പ്രതിഭയും തമ്മിൽ ബന്ധമില്ല നമുക്ക് പറയാൻ വേണ്ടി പറ്റും. 40-കാരനായാലും രോഹിത്തിന് കളിക്കാൻ വേണ്ടി പ്രശ്നമില്ല പറയാൻ വേണ്ടി പറ്റും. നല്ല ടച്ചിലാണെങ്കിൽ ഇപ്പൊ നല്ല ടച്ചിലാണെന്ന് നമുക്ക് ഫീൽ തോന്നുന്നില്ല എന്നുള്ള പ്രശ്നമുണ്ട്. അങ്ങനെ റൺസ് അദ്ദേഹത്തിന്റെ ഇന്നിങ്സിൽ ഒരു കോൺഫിഡൻസ് ഇല്ലായ്മയുണ്ട്. അത് തന്നെയാണ്, ആ റൺസ് വരുന്നില്ല. നമ്മൾ രോഹിത്തിൽ നിന്ന് എന്താണോ പ്രതീക്ഷിക്കുന്നത് അത് ലഭിക്കുന്നില്ല. അതാണ് ഞാൻ പറഞ്ഞത്. രോഹിത് സ്ക്വാഡിലുണ്ടെങ്കിൽ അത് ഗില്ലി ഉൾപ്പെടെയുള്ള താരങ്ങൾക്ക് ഒരു ആത്മവിശ്വാസം നൽകുന്ന കാര്യമാണെന്ന് നമുക്ക് പറയാം. ഒരു അനുഭവ സമ്പത്തും ഈ ലോകകപ്പിന്റെ നമുക്കറിയാം ICC ഇവന്റുകളിൽ മികച്ച റെക്കോർഡുള്ള താരമാണ് രോഹിത് ശർമ്മ. ലോകകപ്പ് ഉൾപ്പെടെയുള്ള ഇവന്റുകളിലൊക്കെ നന്നായിട്ട് പെർഫോം ചെയ്യുന്ന താരമാണ്. പക്ഷെ അത് ആ ചരിത്രം കൊണ്ട് കടലാസിലെ കണക്കിൽ കൊണ്ട് നമുക്കൊരു സ്പോട്ട് കളയാൻ വേണ്ടി പറ്റില്ല, ഓപ്പണർ സ്പോട്ട് കളയാൻ വേണ്ടി പറ്റില്ല. കാരണം രോഹിത് ആദ്യത്തിന് പുറത്താവുകയാണെങ്കിൽ, അല്ലെങ്കിൽ രോഹിത് നമുക്കറിയാം ടീമിലെ സ്ക്വാഡിൽ അദ്ദേഹത്തിന് പീക്ക് ഫോമിൽ കളിക്കുന്നതെങ്കിൽ
ആദ്യം തന്നെ റൺസ് ഉയർത്താൻ വേണ്ടി വരുന്ന താരമാണ്. രോഹിത് ക്രീസിലേക്കുമ്പോൾ ഏത് ബോളറാണെങ്കിലും പിന്നെ നമുക്ക് ടീമിനത് ബാധിക്കുന്ന കേസല്ല, റൺസ് ഉയർത്തും, പവർ പ്ലേ തന്നെ റൺ കൊണ്ടുവരുന്ന താരമാണ്. പക്ഷേ ഇപ്പോൾ ആ ലെവലിലേക്ക് കളിക്കുന്നില്ല. അപ്പം അങ്ങനെ വരുന്ന സമയത്ത് സമ്മർദ്ദത്തിലാക്കാൻ ആദ്യം തന്നെ ഒരു വിക്കറ്റ് വേണമെങ്കിൽ ടീമിന് മൊത്തത്തിൽ സമ്മർദ്ദത്തിലാവും. ആ ഒരു സാഹചര്യത്തിൽ അദ്ദേഹത്തിന്റെ ഈ ഒരു ഭാഗ്യ പരീക്ഷണത്തിന് അല്ലെങ്കിൽ ഒരു പരീക്ഷണത്തിന് സ്ക്വാഡ് അല്ലെങ്കിൽ മാനേജ്മെന്റ് തയ്യാറാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഈ പറഞ്ഞ മാറ്റിയിട്ട് ജയ്സ്വാളിനെ പോലെ യുവതാരം വന്നാൽ ഈ പറഞ്ഞ പോലെ തന്നെ മികച്ച രീതിയിൽ പവർ പ്ലേ റൺസ് ഉയർത്താൻ വേണ്ടി പറ്റും, നന്നായിട്ട് ഒരു തുടക്കം ലഭിക്കാൻ വേണ്ടി പറ്റും. പിന്നെ ഏറ്റവും വലിയ തോന്നുന്നത് ലെഫ്റ്റ് റൈറ്റ് കോംബോക്ക് അവിടെ സാധ്യത വരും. രോഹിത് ഉണ്ടാകുമ്പോൾ ആ കോംബോയിൽ വലിയ പ്രശ്നമുണ്ടല്ലോ. അതുപോലെ ഇപ്പോൾ ലെജിനിപ്പം പറഞ്ഞൊരു കാര്യമുണ്ട്, ഇപ്പം ഇന്ന് അദ്ദേഹത്തിൻ്റെ ഒരു പെർഫോമൻസിൻ്റെ കാര്യം. പക്ഷേ ഈ കാര്യം നമ്മുടെ ഇപ്പോൾ ലോകപ്പിലെ ശുഭ്മാൻ ഗില്ലാണ് ഏകദിന നായകൻ. രോഹിത് ശർമ്മ ലോകപ്പിൽ കളിക്കുമ്പോൾ എന്ന് ചോദിക്കുമ്പോൾ അതൊരു മനോഹരമായ തലവേദനയാണെന്ന് പറഞ്ഞ് ഒരു സരസമായിട്ട് അദ്ദേഹം ഒരു തലവേദനയായിട്ട് നിൽക്കുമെന്ന് എനിക്ക് തോന്നുന്നു. രോഹിത് ശർമ്മ ഒരു തലവേദനയാകും എന്ന് തന്നെയാണ് ഉറപ്പിക്കുന്നത്. പക്ഷേ ജയ്സ്വാളിനെ നമ്മൾ പുറത്തു നിർത്തുന്നത് എനിക്ക് വ്യക്തിപരമായിട്ട് ഇനി എതിർപ്പുണ്ട്. കാരണം വെച്ചാൽ ജയ്സ്വാളിനെ പോലൊരു താരം ടീമിൽ കളിക്കേണ്ട ഒരു സമയം കഴിഞ്ഞു. കാരണം അത്രയ്ക്ക് ഒരു സ്ഫോടനാത്മകമായ തുടക്കം നൽകാൻ കഴിയുന്ന ഒരു താരമാണ് ജയ്സ്വാൾ. ഇപ്പം ഗില്ലിൻ്റെ കൂടെ സ്വാഭാവികമായിട്ടും ഓപ്പണറായി എത്തിയ ജയ്സ്വാൾ ആയിരിക്കും. അപ്പോൾ അവിടെ ഒരു നല്ലൊരു കോമ്പിനേഷൻ അവിടെ വരുന്നുണ്ട്. അതിനുശേഷമാണെങ്കിൽ പോലും നമുക്ക് ശ്രേയസ് അല്ലെങ്കിൽ കോഹ്ലി വരുന്നുണ്ട്. അതിനുശേഷമാണ് മധ്യനിര സ്ട്രോങ് ആകുമ്പോൾ വീണ്ടും താരങ്ങളെ പരീക്ഷിക്കും. അതുപോലെ തന്നെ ഇപ്പോൾ നമ്മൾ പറയുമ്പോൾ വേറൊരു കാര്യമുണ്ട്. ഇപ്പം ശർമ്മയ്ക്ക് 2027 ലോകകപ്പ് കളിക്കണമോ ചോദ്യമുണ്ട്. നമ്മളപ്പോൾ വീണ്ടും കോഹ്ലിയുടെ കാര്യം പറയും. പക്ഷേ കോഹ്ലി ഈ കാര്യത്തിലൊക്കെ ഫിറ്റ്നസ് ഓക്കെയാണ്, പെർഫോമൻസ് ഓക്കെയാണ്. പക്ഷെ ഇവിടെയാണ് നമ്മൾ ഈ രോഹിത് ശർമ്മയുടെ കാര്യം. രോഹിത് ശർമ്മയ്ക്ക് ഇപ്പോൾ നമ്മൾ പ്രായം തളർത്തുന്നുണ്ടെന്ന് ചോദിച്ചാൽ അദ്ദേഹത്തിന് പ്രായം പറയും, അവിടെ ഒരു പ്രശ്നമുണ്ട്. പക്ഷെ ഈ ലോകകപ്പില് അദ്ദേഹത്തെ കളിപ്പിക്കണമോ എന്നുള്ളത് ഒരു വലിയ പ്രശ്നം കാണുന്നില്ല. ഇപ്പം രോഹിത് ലോകകപ്പ് കളിക്കണം എന്ന ചിന്തയിൽ രോഹിത് മുന്നോട്ട് പോകുന്നു. ഇപ്പൊ ഈ 2026 ഇനി ബാക്കിയുള്ള ഷെഡ്യൂളുകളെല്ലാം അദ്ദേഹം കളിക്കുന്നു. ലോകകപ്പിൽ അദ്ദേഹത്തെ അങ്ങനെ നിർബന്ധിച്ച് കളിപ്പിക്കേണ്ട അവസ്ഥ കളിപ്പിക്കേണ്ടി വരുന്നു. അങ്ങനെ കളിപ്പിച്ചു വരുന്നു. അവസാനമാകുമ്പോഴേക്ക് അദ്ദേഹത്തിന് കളിക്കാനാവില്ല എന്ന് കരുതിയിട്ട് ഈ നമുക്കറിയാം T20 ലോകകപ്പിന് മുമ്പ് പല പരീക്ഷണം നടത്തിയിട്ട് അതിന് തൊട്ട് മുന്നാണല്ലോ ഗില്ലിനെ മാറ്റിയിട്ട് വീണ്ടും സഞ്ജുവിന് അവസരം കൊടുക്കുന്നത്. സഞ്ജുവിന്റെ ലോകകപ്പിൽ തിളങ്ങുന്ന നമ്മൾ കണ്ടു, T20 ലോകകപ്പിന്റെ കാര്യം പറഞ്ഞത്. അപ്പം അങ്ങനെ ഒരു അവസാന നിമിഷം കൊണ്ട് ഒരു ചേഞ്ച് വരുത്തേണ്ട ആവശ്യമില്ല. ഇപ്പൊ ഗില്ലിന് ഇപ്പൊ തന്നെ അവസരം കൊടുത്തിട്ട് രോഹിത്തിനോട് കൃത്യമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ട് നമ്മൾ പദ്ധതിയിൽ താങ്കളില്ല എന്ന് തന്നെ പറയാൻ പറ്റുമെങ്കിൽ അങ്ങനെ പറഞ്ഞിട്ട് തന്നെ മാറ്റി അദ്ദേഹത്തിന് മാന്യമായിട്ടൊരു യാത്രയപ്പ് നൽകണം. രോഹിത് എന്ന പ്രതിഭ അല്ല അങ്ങനെ നടത്തിയാൽ പോലും നല്ലൊരു തീരുമാനമായിരിക്കും. കാരണം ഞാൻ പറഞ്ഞത് പിന്നെ ഈ ജയ്സ്വാളിന് ടൈം കിട്ടും. ലോകകപ്പ് ഒരു ടീം സ്ക്വാഡ് ഗില്ലിനും സമയം കിട്ടും. ആ സ്ക്വാഡിന്റെ ഇത് മനസ്സിലാക്കാനും ഡെപ്ത് മനസ്സിലാക്കാനും അത് എങ്ങനെയാണ് ടീമിന്റെ പ്ലേസ് ചെയ്യേണ്ടത് ഒരു തന്ത്രം ഇതിനൊക്കെ മനസ്സിലാവും. ഒരു പരീക്ഷ കൃത്യമായ മുൻതൂക്കത്തോടെ ഒരുക്കത്തോടെ തന്നെ ലോകകപ്പ് കളിക്കാൻ വേണ്ടി പറ്റും. അവസാന നിമിഷം കൊണ്ടുപോയിട്ട് പിന്നെ രോഹിത്തിനെ മാറ്റി ഗില്ലിനെ കൊണ്ടുവരുമ്പോൾ അത് രോഹിത്തിനെ അപമാനിക്കലാവും ജയ്സ്വാളിനും സംഘത്തിനും അല്ലെങ്കിൽ ജയ്സ്വാളിനും ഗില്ലും ഉൾപ്പെടെ ടീമിന് ഒരു സെറ്റാവാൻ ടൈം എടുക്കാത്ത പ്രശ്നം ഉണ്ടാവും. ഇപ്പം ചെയ്യേണ്ടത് രോഹിത്തിനോട് തുറന്ന് പറഞ്ഞ് സംസാരിച്ച് കഴിഞ്ഞിട്ട് അദ്ദേഹത്തിന് നമുക്കറിയാം ആ പ്രതിഭയെ നമുക്ക് ഒരിക്കലും പിന്നെ മറക്കാൻ പറ്റില്ല. തള്ളികളെ വരുന്ന പ്രതിഭയല്ല. നമുക്ക് വലിയ വിജയങ്ങളുടെ അടുത്ത ക്യാപ്റ്റൻ കൂടിയാണ്, മികച്ച നായകനാണ്, മികച്ച താരമാണ്. അദ്ദേഹത്തിന് മാന്യമായി യാത്രയപ്പ് നൽകാൻ വേണ്ടി തയ്യാറാവുക. അവസാന നിമിഷം കൊണ്ട് ഇപ്പം ഇങ്ങനെ കളിക്കാൻ വന്ന് ലോകകപ്പ് അദ്ദേഹം വിരമിക്കുന്നില്ല, ലോകകപ്പ് ഉൾപ്പെടുത്തുന്നില്ല പറഞ്ഞാൽ അത് വലിയൊരു നാണക്കേടാകും. അദ്ദേഹത്തിന് തന്നെ വലിയൊരു ഇതാകുമ്പോൾ. അപ്പം ഇനിയിപ്പോൾ അതിന് നമ്മൾ ടെസ്റ്റിൻ്റെ കാര്യം നമുക്കറിയാം. രോഹിത്തിനെ മാറ്റി നിർത്തിയപ്പോഴാണ് വിരാട് കോഹ്ലിയും കളി നിർത്തിയത്. അതുപോലെ വല്ല സമ്മർദ്ദം ഇവർക്കിന് മുന്നിലുണ്ടോ നമുക്കറിയില്ല. പക്ഷെ എങ്കിൽ കൂടി എനിക്ക് തോന്നുന്നത് അദ്ദേഹത്തിന് മാന്യമായ യാത്രയപ്പ് നൽകി ഇനിയുള്ള ടൈം ആ സ്ക്വാഡിനെ ജയ്സ്വാളിനെ ഉൾപ്പെടുത്തിയത് നല്ല സ്ക്വാഡിനെ തന്നെ ആ ഒരു ടീമിന്റെ സ്ട്രെങ്ത് ഒരു 11 ഇറങ്ങുന്നിട്ട് അതേ 11 നോക്കിയിട്ട് നല്ലൊരു ടീം ഒരു പ്രിപ്പറേഷനോടെ പോകാൻ വേണ്ടിയുള്ള ടൈമായിട്ട് കണക്കാക്കണം. രോഹിത്തിനെ മാറ്റി നിർത്തണം, ഇപ്പം തന്നെ മാറ്റി നിർത്തണം. പ്രായത്തിലുള്ള പ്രതിഭയെ ബുദ്ധിമുട്ടിപ്പിക്കേണ്ട എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പം ലെജിനി ഇപ്പം ഈ പറഞ്ഞതിൻ്റെ അതൊരു കാര്യമുണ്ട്. പക്ഷേ അതുപോലെ തന്നെ അതിനൊരു മറുഭാഗം കൂടിയുണ്ട്. ഇപ്പം ഈ ഗില്ലാണ് നമ്മുടെ ക്യാപ്റ്റൻ, ഏകദിനത്തിന് നയിക്കാനുള്ള ക്യാപ്റ്റൻ ഗില്ലാണ്. ഗില്ലിൻ്റെ ഒരു എക്സ്പീരിയൻസ് ഇവിടെ ഒരു വലിയ ഘടകമാണ്. കാരണം ലോകകപ്പ് പോലെ ഒരു വലിയൊരു ടൂർണമെന്റിൽ ഗില്ലിന് എത്രത്തോളം ടീമിനെ നയിക്കാൻ പറ്റും എന്നുള്ളൊരു കാര്യം ചോദിച്ചിട്ടുണ്ട് ഗ്രൗണ്ടിൽ. അപ്പൊ സ്വാഭാവികമായിട്ടും രോഹിത്തിനെ പോലെ ഒരു താരം അവിടെ ഉണ്ടെങ്കിൽ കോഹ്ലി ഉണ്ടെങ്കിൽ പോലും രോഹിത്തിനെ പോലുള്ള ഒരു താരത്തിൽ നിന്ന് കിട്ടുന്ന ഒരു പിന്തുണ ഒരു വലിയൊരു അനുഭവ സമ്പത്തിന് കൊണ്ട് ഈ പിന്തുണക്കാൻ വേണ്ടി മാത്രം ഒരു സ്പോർട്ട് കളയാൻ വേണ്ടി നമുക്ക് പറ്റില്ല. ലോകകപ്പ് ഒരു വേദിയിൽ ഓപ്പൺ സ്പോട്ടിൽ ഇത് പിന്നെ ഒരു വിക്കറ്റ് വെറുതെ കളയാനുള്ള ഒരു വിക്കറ്റ് അല്ലെങ്കിൽ റൺസ് ഉയർത്താൻ പറ്റുന്നില്ലെങ്കിൽ അത് ബാക്കിയുള്ള താരങ്ങൾക്ക് സമ്മർദ്ദമാവും. ആദ്യം തന്നെ വിക്കറ്റ് പോവുകയാണെങ്കിലും ഈ പറഞ്ഞ സമ്മർദ്ദം ഉണ്ടാവും. അപ്പോൾ ഒരു സമ്മർദ്ദത്തിന് വേണ്ടി ഒരു സ്പോട്ട് നോക്കിയിട്ട് ഫീൽഡിലെ ഒരു എക്സ്പീരിയൻസിന് വേണ്ടി മാത്രം അദ്ദേഹത്തെ ഉൾപ്പെടുത്തുന്നത് അത്ര നല്ലൊരു വാദമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. നമ്മളിപ്പോൾ ഇതിനു മുമ്പ് ഇപ്പോൾ ഇന്ത്യൻ ടീമിന് ക്യാപ്റ്റനായിട്ടിരുന്ന ഇപ്പോൾ രോഹിത് ശർമ്മ ആയിക്കോട്ടെ അല്ലെങ്കിൽ വിരാട് കോഹ്ലി ആയിക്കോട്ടെ. ഇപ്പൊ വിരാട് കോഹ്ലി ക്യാപ്റ്റൻ ആകുന്നത് ധോണിക്ക് ശേഷമാണ്. അപ്പൊ ധോണി അന്നും ഗ്രൗണ്ടിലുണ്ടായിരുന്നു. അന്ന് കോഹ്ലിക്ക് കിട്ടിയ ഒരു കോൺഫിഡൻസ് ഉണ്ട്, ഒരു അപാരമായ കോൺഫിഡൻസ് ആയിരുന്നു. കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട് കോഹ്ലി ഒരു ഫീൽഡിങ്ങിന്റെ
അവിടെ നിന്നിരുന്നു. അത് ബൗണ്ടറി ലൈനോട് ചേർന്നായിരുന്നു. അപ്പോഴും ഫീൽഡിലെ നിയന്ത്രണം മുഴുവൻ ധോണിയുടെ കയ്യിലായിരുന്നു. അതായത് ബൗളിംഗ് ചേഞ്ചിങ്ങിലടക്കം നിർണായക തീരുമാനങ്ങളെല്ലാം ധോണിയുടെ കയ്യിലായിരുന്നു. കോഹ്ലിക്ക് അത് കിട്ടിയ ഭയങ്കര കോൺഫിഡൻസ് ആണ്. കാരണം വെച്ചാൽ കോഹ്ലിക്ക് കിട്ടിയ അദ്ദേഹത്തിന് കിട്ടിയ ഒരു നല്ലൊരു ഒരു കാര്യമായിരുന്നു. കാരണം വെച്ചാൽ അത്രയും ഒരു പിന്തുണ കിട്ടിയിരുന്നു. അതിനുശേഷം ആ സമയത്ത് തന്നെ രോഹിത് ശർമ്മയിൽ നിന്നും കോഹ്ലിക്ക് സപ്പോർട്ട് കിട്ടിയിരുന്നു. പക്ഷെ ഇപ്പോഴുള്ള സാഹചര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ രണ്ടുപേരും പ്രായമായി വന്നിരിക്കുകയാണ്. കോഹ്ലി ഒക്കെ നമുക്ക് പറയാം ഫിറ്റ്നസ് ഒക്കെ ഫിറ്റാണ്, അദ്ദേഹത്തിന് ഇപ്പോഴും പഴയ രീതി പോലെ ബാറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. രോഹിത് ശർമ്മയുടെ കാര്യത്തിലാണ് നമ്മളിപ്പോൾ സംശയം പ്രകടിപ്പിക്കുന്നത്. ഇപ്പൊ ഗില്ലിലോട്ട് വരുമ്പോഴത്തേക്കും ഗില്ലിന് എത്രത്തോളം ഗ്രൗണ്ടിൽ നിന്ന് സപ്പോർട്ട് കിട്ടുമെന്നൊരു ചോദ്യമുണ്ട്. കാരണം യുവതാരങ്ങൾ മാത്രമാകുമ്പോഴത്തേക്ക് ആ ടീം ദുർബലപ്പെടുന്ന ആശങ്കയും കൂടെ. കോഹ്ലി ഉണ്ടല്ലോ, കോഹ്ലി ഉണ്ട്, പിന്നെ ഹാർദിക് പാണ്ഡ്യ പോലൊരു, പിന്നെ ഈ എത്രത്തോളം വിശ്വസിക്കാൻ പറ്റും. ഒന്ന് അത് അത്ര എക്സ്പീരിയൻസ് ഇല്ല. ഈ പറഞ്ഞ രോഹിത്തിന്റെ കോഹ്ലിയുടെയോ ഒന്നും എക്സ്പീരിയൻസ് ഇല്ല എന്ന് പറയുമെങ്കിലും അവിടെ ഉണ്ട്, താരമുണ്ടെന്ന് ഞാൻ പറഞ്ഞത്, സപ്പോർട്ടർ താരമുണ്ട്. പിന്നെ നമുക്ക് ശ്രേയസ് തരുന്ന നായക മികവുള്ള താരമുണ്ട്. ഈ പറഞ്ഞ അന്താരാഷ്ട്ര പിന്നെ കരിയറിൽ അല്ലെങ്കിൽ വലിയ വേദികൾ അദ്ദേഹത്തിന് സീനിയർ ടീമിൽ അത്ര വലിയ എക്സ്പീരിയൻസ് ഇല്ല എന്ന് പറഞ്ഞ കൂടി ഒരു കളി അറിയുന്നത് മികച്ചൊരു ക്യാപ്റ്റന്റെ ഒരു നേതൃമികവില്ല താരം തന്നെയാണ് ശ്രേയസ് അയ്യർ. രോഹിത് ഇല്ല എന്നത് വലിയ വിടവ് തന്നെയാണ്. രോഹിത് ഇല്ലെങ്കിൽ ഈ പറഞ്ഞ വലിയൊരു അനുഭവത്തിന്റെ കുറവുണ്ട്. പക്ഷെ അതിന് നികത്താൻ വിരാട് കോഹ്ലി ഉണ്ട്. രോഹിത്തിനും കൂടി ഊർജ്ജമായിരുന്ന വിരാട് കോഹ്ലി സ്ക്വാഡ് തന്നെ ഉണ്ട്. അപ്പം വിരാട് കോഹ്ലിക്കൊപ്പം ശ്രേയസ് അയ്യരും കൂടി വരുമ്പോൾ അതിനെ മാനേജ് ചെയ്യാന്നേ ഉള്ളൂ. അല്ലെങ്കിൽ അതാണ് ഞാൻ പറഞ്ഞത്, ഇപ്പോൾ തന്നെ അങ്ങനെ രോഹിത് മാറി നിന്നിട്ട് ഈ ഒരു സ്ക്വാഡിനെ വെച്ചിട്ട് മാനേജ് ചെയ്യാൻ ഗില്ല് പ്രാപ്തനാവണം. അല്ലെങ്കിൽ ഗില്ലിന് പ്രാപ്തിയില്ല എന്നല്ല പറയുന്നത്, പ്രാപ്തിയുണ്ട്. പക്ഷെ ആ ഒരു വേദിയിൽ എത്തുമ്പോഴേക്ക് ആ കോൺഫിഡൻസ് കിട്ടണം. അതിനു വേണ്ടിയാണ് ഇപ്പോൾ തന്നെ രോഹിത്തിനെ മാറ്റി നിർത്തണം എന്ന് പറഞ്ഞത്. അല്ലെങ്കിൽ ലോകകപ്പ് കളിക്കുമോ ഇല്ലയോ എന്നുള്ള ഈ ഒരു സംശയം കൊണ്ട് 2027 വരെ പോയിട്ട് അവിടെ എത്തുമ്പോൾ പിന്നെ പെട്ടെന്ന് തീരുമാനിക്കുന്നത് അതൊരു ഇപ്പം ലജിൻ പറഞ്ഞൊരു അങ്ങനെ ഒരു രീതിയിലേക്ക് എത്രയും ഒരു നിർണായക തീരുമാനമാകണം. ആ തീരുമാനം സെലക്ടർമാരും തയ്യാറാകണം, പരിശീലനം ഗംഭീറും തയ്യാറാകണം. ഇവർ രണ്ടുപേരും അദ്ദേഹത്തോട് സംസാരിച്ചിട്ട് ഈ കാര്യത്തിൽ തീരുമാനം ഉണ്ടാകും. പക്ഷെ അപ്പോഴും അദ്ദേഹത്തിന് 2027 ഏതെങ്കിലും ലോകകപ്പ് കളിക്കണം എന്നുള്ള ആഗ്രഹം ഉണ്ടാകും. ഏത് ലോകകപ്പ് ഇതുവരെ രോഹിതിന് കിട്ടിയിട്ടില്ലല്ലോ. അപ്പൊ അദ്ദേഹത്തിന് അത് പിന്നെ ക്യാപ്റ്റനായിട്ടാണ് കിട്ടുന്ന ആഗ്രഹം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു നമുക്കറിയാം. പിന്നെ ക്യാപ്റ്റൻസി മാറാൻ തന്നെ, ക്യാപ്റ്റൻസി മാറാതിരിക്കാൻ ആ ഒരു സമയത്ത് താല്പര്യമില്ലാതെ തന്നെ ഈ ഒരു സംശയം വരുന്നതുകൊണ്ടാണ് ക്യാപ്റ്റൻസി പോയി. എങ്കിൽ കൂടി ലോകകപ്പ് നേടുന്നത് സ്ക്വാഡിൽ അംഗമാണെന്നുള്ളത് അദ്ദേഹത്തിന് ഉണ്ട്. വിരാട് കോഹ്ലിക്ക് നേരത്തെ കിട്ടിയിട്ടുണ്ട്, ഏക ലോകകപ്പ് കിട്ടിയിട്ടുണ്ട്. അപ്പൊ രോഹിത്തിന് അതൊരു ഭാഗ്യത്തിന് വേണ്ടി കൂടെ നിൽക്കുവാണ്. അത് താരത്തിന് എന്തായാലും ആഗ്രഹം ഉണ്ടാവും. ആർക്കും പേര് ഉണ്ടാവുന്ന ഒരു ആഗ്രഹമാണല്ലോ ലോകകപ്പ് കളി നിർത്തുവന്ന്. അപ്പൊ ടീം ലോകകപ്പ് കൂടി പിന്നെ അത് നിർത്തി അവസാനിപ്പിച്ചു. അതുപോലെ ഏക ലോകകപ്പ് കൂടി അത് അവസാനിപ്പിക്കാനുള്ള ആഗ്രഹം ഉണ്ടാകും. അതിന് തെറ്റു പറയാൻ വേണ്ടി പറ്റില്ല. പക്ഷെ അതിന് ടീമിന്റെ ഒരു താരത്തിന്റെ ഒരു താല്പര്യത്തെക്കാൾ ടീമിന്റെ താല്പര്യവും ടീമിന്റെ ഒരു പിന്നെ എന്താണ് പോസിറ്റിവിറ്റി നോക്കി തീരുമാനിക്കണം എന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ ഇന്ത്യൻ ടീമിനെ സംബന്ധിച്ച് താരങ്ങളുടെ, പ്രത്യേകിച്ച് മുംബൈ ബേസ് ചെയ്തുള്ള താരങ്ങളുടെ ഡിമാൻഡ്സിനൊക്കെ എല്ലാ കാലത്തും BCCI സെലക്ടർമാരും അമിതമായിട്ട് പ്രാധാന്യം നൽകിയിട്ടുണ്ട്, പരിഗണിച്ചിട്ടുണ്ട്. പക്ഷേ രോഹിത് ശർമ്മയുടെ തീരുമാനം മാത്രമായിരിക്കും തോന്നുന്നു ഇവിടെ ഒരു നിർണായക തീരുമാനമാകുക. അങ്ങനെ എനിക്ക് തോന്നില്ല. അങ്ങനെയാണെങ്കിൽ ടെസ്റ്റ് ടീമിൽ ഇപ്പോഴും അവർ കളിച്ചിരുന്നേനെ, കുറച്ചുകൂടി കളിച്ചിരുന്നേനെ. അതിന്റെ ഒരു കാലമൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ സെലക്ടർമാർ ടെസ്റ്റ് ടീം എന്ന് പറഞ്ഞപ്പോൾ അത് ഗംഭീറിന്റെ ഒരു ഇടപെടൽ അവിടെ നടന്നു. അതാണ് പറഞ്ഞത്, നമ്മുടെ മാനേജ്മെന്റ് ഇപ്പം സെലക്ടർമാരായാലും കോച്ചായാലും അതിനൊക്കെ ഒരു സ്വാധീനമുള്ള ഒരു പിടിപാടുള്ള ടീം തന്നെയാണ്. രോഹിത്തിനായാലും മാറ്റി നിർത്താൻ അവർക്ക് അത്ര പ്രശ്നം ഉണ്ടാവില്ല. പക്ഷെ അവർ നല്ല രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, നല്ലൊരു അവസരം നൽകിയിട്ട് തന്നെ കരിയർ അവസാനിപ്പിക്കാൻ വേണ്ടി ആക്കുക. ഈ പറഞ്ഞ പോലെ വഴിയിൽ ഉപേക്ഷിച്ച് പോകാൻ പറ്റുന്നൊരു താരമല്ല രോഹിത്. അങ്ങനെ ഉപേക്ഷിച്ച് പോകാനും പാടില്ല. അദ്ദേഹത്തിന് മാന്യമായ അവസരം നൽകുക, കൃത്യമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, അങ്ങനെ തീരുമാനിച്ചിട്ട് തന്നെ ഒരു തീരുമാനത്തിൽ എത്തേണ്ടതുണ്ട്. അപ്പോൾ ഇനി വരുന്ന മത്സരങ്ങളെല്ലാം രോഹിത് ശർമ്മയെ സംബന്ധിച്ച് വളരെ നിർണായകമാണ്. വരാൻ പോകുന്ന ഇന്ത്യൻ ടീമിന്റെ പരമ്പരകളും അതിനൊപ്പം ഫിറ്റ്നസ് കാത്തു സൂക്ഷിക്കേണ്ടതും അദ്ദേഹത്തിന് വളരെ നിർണായകമാണ്. കാരണം ലോകകപ്പ് ടീം സെലക്ഷൻ വരെ അദ്ദേഹത്തിന്റെ ഫിറ്റ്നസും കാര്യങ്ങളും അദ്ദേഹം നടത്തണം. കടിച്ചു തൂങ്ങി നിൽക്കരുത്. പിന്നെ സെലക്ടർമാരുടെയും BCCIയുടെയും തീരുമാനം എന്താകുമെന്ന് എത്രയും പെട്ടെന്ന് തീരുമാനത്തിൽ അവർ എത്തണം.